ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ പോയമായിട്ടാണ് വന്നിരിക്കുന്നത്. അലംഗീർ ഹാഷ്മിയുടെ സോ വാട്ട് ഇഫ് ഐ ലീവ് ഇൻ എ ഹൗസ് മെയ്ഡ് ബൈ ഇഡിയറ്റ്സ്. അലംഗീർ ഹാഷ്മിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പാകിസ്ഥാനി പോയറ്റാണ്. ലേറ്റസ്റ്റ് ഇപ്പോൾ സ്റ്റിൽ ലിവിങ് പോയറ്റാണ്. 1950s ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി ജസ്റ്റ് ഷോസ് ദ ട്രൂ ഫേസ് ഓഫ് കൾച്ചർ ആൻഡ് പീപ്പിൾ. അതായത് ആ സമയത്തുള്ള ഒരു കോണ്ടെക്സ്റ്റിലുള്ള ആ പക്ക എന്താണോ ആ സൊസൈറ്റി, അദ്ദേഹം അത് തുറന്ന് കാണിച്ചിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നതും അൺയൂഷ്വലാണ്. ബിക്കോസ് ഹി ജസ്റ്റ് ടേക്സ്, ഇപ്പോൾ ഈ പോയം തന്നെ എടുക്കുകയാണെങ്കിൽ സോ വാട്ട് ഇഫ് ഐ ലീവ് ഇൻ എ ഹൗസ് മെയ്ഡ് ബൈ ഇഡിയറ്റ്സ്, ആ ടൈറ്റിലിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹി ജസ്റ്റ് ആസ്ക്സ് എ റെട്രിക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇറ്റ് ഇൻ സച്ച് എ ഹ്യൂമറസ് വേ. അതായത് ഹി ജസ്റ്റ് ടേക്സ് ഹ്യൂമർ ടു എക്സ്പ്രസ് ദ ട്രൂത്ത്. അങ്ങനെ വേണം നമുക്ക് പറയാം. എന്താണ് സത്യം എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇൻ എ വേ ഓഫ് ഹ്യൂമർ. അദ്ദേഹത്തിൻ്റെ വർക്ക്സും അതുപോലെ തന്നെയാണ്. ഹി ജസ്റ്റ് ടേക്സ് എ അൺയൂഷ്വൽ ഇവൻറ്റ്, എ പേഴ്സണാലിറ്റി ഓർ എ ഡെത്ത്, അങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കളി. സോ ദാറ്റ് മോസ്റ്റ് ഓഫ് ഹിസ് തീംസ് വുഡ് ടച്ച് ദ ഹ്യൂമൻ സൈക്കെ ആൻഡ് ദേ ആർ ടു വാസ്റ്റ്. ആ ഒരു ഹ്യൂമൻ സൈക്കിൾ ക്ലിയർ ആയിട്ട് എങ്ങനെ കൊള്ളിക്കാം എന്ന് അലംഗീർ ഹാഷ്മിക്ക് അറിയാം. സോ ലെറ്റ്സ് ഗോ ടു ദ പോയം. I'll just read and tell what I feel about the poem. So, what if I live in a house made by idiots? In the last one, holes were filled with toothpaste. Was so airtight, breathing became a task. So, ഈ ഒരു 3 lines നമുക്ക് എടുക്കാം. So, what if I live in a house made by idiots? The first line is the title of the poem. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ. നമുക്ക് ആദ്യം ഹൗസ് ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. സോ വാട്ട് ഈസ് ഹൗസ്? സം പ്ലേസ് വേർ യു ജസ്റ്റ് സ്റ്റേ. ഇറ്റ് ഡസൻറ്റ് മേക്ക് ദാറ്റ് ഇറ്റ് ഈസ് യുവർ ഹോം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ നടത്താം ഹൗസും ഹോമും തമ്മിലുള്ളത്. ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ താമസിച്ച് കഴിഞ്ഞാലും അത് നമ്മുടെ ഹൗസാണ്. ലൈക്ക് ബട്ട് ഹോം എന്ന് പറയുമ്പോൾ വേർ യു ഫീൽ സേഫ്. സോ clearly from the starting itself the poet distinguishes between house and home. ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് ഹോം സ്വീറ്റ് ഹോം എന്ന് പറയുന്നത് വെറുതെ അല്ല, ആ ഒരു സേഫ്നെസ് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു സേഫ് അല്ല എന്ന് ക്ലിയർ ആക്കി തരികയാണ്. ഹി മൈറ്റ് ഓർ മൈറ്റ് നോട്ട് ഹാവ് ടോൾഡ് ഇറ്റ്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഹൗസ് എന്ന് പറയുന്നത് നേഷനാണ്. ആൻഡ് ഹി ഡസൻറ്റ് ഫീൽ ദാറ്റ് ദ നേഷൻ വെർ ഹി ലീവ്സ് ഈസ് സേഫ്. പിന്നെ ഇവിടെ മെയ്ഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഹീ ലിവ് ഇൻ പാകിസ്ഥാൻ. സോ മെയ്ഡ് ബൈ ഇഡിയറ്റ്സ് മീൻസ് പാകിസ്ഥാനീസ് ഓഫ് കോഴ്സ് എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ ദ ലാസ്റ്റ് വൺ ഹോൾസ് വാസ് ഫിൽഡ് വിത്ത് ടൂത്ത് പേസ്റ്റ്. ഇൻ ദ ലാസ്റ്റ് വൺ മീൻസ് അദ്ദേഹം മുമ്പ് താമസിച്ചിരുന്ന വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹോൾസ് വർ ഫിൽഡ് വിത്ത് ടൂത്ത് പേസ്റ്റ്. അത്രയും എയർ ടൈറ്റ് ആയിരുന്നു. വാസ് സോ എയർ ടൈറ്റ്. ബ്രീത്തിങ് ബിക്കെയിം എ ടാസ്ക്. അതായത് ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോലും പേടിക്കേണ്ട അവസ്ഥ. ബിക്കോസ് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ്, ഇഫ് വി തിങ്ക് ദാറ്റ് നമ്മൾ സേഫാണ്, ആ ഒരു സേഫ്നെസ്സാണ് നമ്മളെ ആ ഒരു വീട്ടിൽ ആ ഒരു ഒക്കേ ഫീലിങ്ങിൽ കൊണ്ടുവരുന്നത്, ആ ഒരു ഈസിൽ നമ്മൾ ഇരിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇഫ് വി ഹാവ് കണ്ടിന്യൂസ് വാഴ്സ്, ഇഫ് വി ഹാവ് കണ്ടിന്യൂസ് പ്രോബ്ലംസ് ടു ഫേസ്, ദെൻ വാട്ട് വുഡ് ബി ദ സിറ്റുവേഷൻ? നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ അധികം കടന്നു പോകാത്തത് കൊണ്ടാണ്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ഹാവ് ഫോൺ, വി ഹാവ് ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പം നമുക്ക് അങ്ങനത്തെ അധികം രൂക്ഷമല്ലാത്ത ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ, ദ മാർജിനലൈസ്ഡ് വൺസ്. ദ പോയറ്റ് സ്പീക്കിംഗ് അബൌട്ട് ദം. ആ ഒരു മാർജിനലൈസ്ഡ് ആൾക്കാരെ കുറിച്ചിട്ടാണ് പോയറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹി ജസ്റ്റ് ടെൽസ്, ഹി ബീയിങ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദാറ്റ് മാർജിനലൈസ്ഡ് സിറ്റിസൺസ്. അവരുടെ ആ ഒരു ചോക്ഡ് ക്രൈ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, എത്രത്തോളം അവർ ബുദ്ധിമുട്ടിലാണ്. ആൻഡ് ദ പോയം
ഇസ് എ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഗിവിങ് വൺ. അത്രയും ഇമ്പാക്റ്റ്ഫുള്ളാണ്, തോട്ട്ഫുള്ളാണ്, അത്രയും വെൽ തോട്ട് പോയാണത്. ബിക്കോസ് ഓരോ ലൈൻസും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമുക്കതിന് ആ ഒരു ഹൗ വൺ ക്യാൻ എക്സ്പ്രസ് ഇൻ ദെയർ നേഷൻ, എത്രത്തോളം അവർ സേഫാണ് സംസാരിക്കാൻ കൂടി എന്നുള്ള ഒരു തോട്ടും കൂടിയും വരികയാണ്. ഇറ്റ്സ് ബോംബ് ഷെൽട്ടേഴ്സ് വെർ എക്സലൻറ്റ് ആൻഡ് മെയ്ഡ് യു ഫീൽ റെഡി. ഇവിടെ എന്ന് പറയുന്നത് 2 പോസിറ്റീവ് വേർഡ്സ് കൊടുക്കുന്നുണ്ട്, എക്സലൻറ്റ്, റെഡി. പക്ഷേ ട്രൂലി ദ ഹ്യൂമർ സ്പീക്സ് ഇറ്റ്. അതായത് ബോംബ് ഷെൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആർ പ്രിറ്റി സേഫ്. ബോംബ് ഷെൽട്ടേഴ്സ് വെക്കാനുള്ള റീസൺ എന്താ? ബോംബ്സ്, വിച്ച് ഇസ് നെവർ എ പോസിറ്റീവ് തിങ്. അപ്പോൾ അത്രയും റെഡി ആയിട്ടിരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും പണി കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഹൗ സേഫ് വി ആർ ഇൻ ദാറ്റ് ഹൗസ്. അത്രേ വേണ്ടൂ. ദിസ് ഹാസ് ദ വാൾസ് വെറ്റ് ഫ്രം ടിയേഴ്സ് ഇറ്റ് കോസ് ആൻഡ് സ്ലോപ്സ് എവ്രി 3 months. ഇവിടെ ഇൻ്റർപ്രിറ്റേഷൻസ് നമുക്ക് ഇനി കൂടുതൽ കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൾസ് വെറ്റ് എന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഒന്നെങ്കിൽ അവിടുത്തെ ആ ഒരു പാകിസ്ഥാൻ ആ ഒരു സൈഡിലുള്ള മൺസൂൺ ടൈമിലുള്ള മഴ കാരണം കൊണ്ടുള്ള ഇൻസെക്യൂരിറ്റീസ്. ജസ്റ്റ് ഇമാജിൻ എവ്രി ലൈൻ ദ പോയറ്റ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ മാർജിനലൈസ്ഡ്. അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. നമ്മളുടെ വീട്ടിലിപ്പോൾ മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ടു പ്രൊട്ടക്റ്റ്, ബട്ട് നോട്ട് ഫോർ ദം. അപ്പോൾ ആ ഒരു ഹിയർ ദ പോയറ്റ് ഈസ് ക്ലിയർലി സ്പീക്കിംഗ് അബൌട്ട് ദ സ്ലംസ് ഓഫ് പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അത്രയും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉള്ള സ്ലംസിനെ കുറിച്ചിട്ട്, ആ ഒരു മാർജിനലൈസ്ഡ് പീപ്പിളിനെ കുറിച്ചിട്ട്, ഈവൻ ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്രീഡം വി ആർ സ്റ്റിൽ ഇൻ ദ പൊസിഷൻ വിച്ച് വി കനോട്ട് ഹാവ് ഓർ ഫുള്ളി എൻജോയ് ദ ഫ്രീഡം. ഫ്രീഡം എത്ര നാളേക്ക് മുമ്പ് കിട്ടിയിട്ടും വി സ്റ്റിൽ ഹാസ് നോട്ട് ഗോട്ട് ദാറ്റ് ഫ്രീഡം. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ആൻഡ് സ്ലോട്ട്സ് എവ്രി 3 months. 3 months എന്ന് പറയുമ്പോൾ പീരിയോഡിക് എലക്ഷൻസ് ആവാം, വിച്ച് ക്യാൻ ബി. ആൻഡ് എല്ലാ പ്രാവശ്യവും ശരിയാക്കാം, എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു രീതിയിൽ അവർ കുറേ വാഗ്ദാനങ്ങൾ തരും. ആൻഡ് ദീസ് ഇഡിയറ്റ്സ് ഡസൻ ഗീവ് അസ് എനിത്തിങ്, മേക്കിംഗ് അസ് ഇഡിയറ്റ്സ്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. അവരെല്ലാം തരാമെന്ന് പറയും, നമ്മൾ മണ്ടന്മാരായിട്ട് നമ്മൾ വോട്ട് ചെയ്യും, ആൻഡ് വി ജസ്റ്റ് ഡസൻ ഗെറ്റ് എനിത്തിങ് ഇൻ റിട്ടേൺ, മേക്കിംഗ് അസ് കംപ്ലീറ്റ് ഇഡിയറ്റ്സ് ഔട്ട് ഓഫ് അവർ സെൽഫ്. The floors are the best thing in it. Get cleaned for the monsoon might blow off the roof. Yet can you imagine a house without a floor? അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റെക്ടറിക് ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. The floors are the best thing in it. Get cleaned for the monsoon might blow off the roof. അപ്പോൾ മൺസൂൺ ടൈമിൽ ഇതിൽ ഫ്ലോർസ് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും എന്ന് സർക്കാസ്റ്റിക്കലി പറയാണ്. ആൻഡ് എങ്ങനെയാണ് ഇത് വൃത്തിയിൽ കിടക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺസൂൺ റെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കയറി അതിൻ്റെ അകത്ത് മുഴുവൻ ആകെ വെള്ളമായി അത് ഫുള്ള് ക്ലീൻ ആവും. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ഒരു ഫ്ലഡ്, ഒരു മൺസൂൺ റെയിൻ, ഫ്ലഡ് വേണ്ട, ജസ്റ്റ് ഒരു മൺസൂൺ റെയിൻ മതി അവരുടെയൊക്കെ ലൈഫ്സ് അറ്റ് സ്റ്റേക്ക് ആവാൻ. സോ ദേ ആർ ലിവിങ് ഇൻ സച്ച് എ പൊസിഷൻ ദാറ്റ് വി കാൻറ്റ് ഈവൻ ഇമാജിൻ. ആൻഡ് they tell that yet can you imagine a house without a floor? സോ അത്ര പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് വരിക. റൂഫില്ലാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മഴയില്ലെങ്കിൽ, അധികം വെയിലില്ലെങ്കിൽ, റൂഫില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഫ്ലോറില്ലാതെ ജസ്റ്റ് ഇമാജിൻ. ഇതിലിപ്പോൾ വി ക്യാൻ ഈവൻ തിങ്ക് ദാറ്റ് ഹൗസ് വിത്തൗട്ട് എ ഫ്ലോർ ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ലൈക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സീക്വൻസിലല്ല നേഷൻ തന്നെ ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ദ നേഷന് നല്ലൊരു അടിത്തറ ഇല്ല. ബിക്കോസ് വി നോ ദാറ്റ് August 14th പാകിസ്ഥാൻ ഉണ്ടാവുന്നത് ജസ്റ്റ് ഒരു ഫൈറ്റിൻ്റെ പുറത്തുണ്ടാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുന്നും വീണ്ടും ഫൈറ്റായിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്.
സോ ഈ കണ്ടിന്യൂസ് ഫൈറ്റ്സ് മാത്രമല്ലാതെ ആ ഒരു നേഷന് കറക്റ്റായിട്ടുള്ള ഒരു അടിത്തറ പാകാനുള്ള ഇത് കിട്ടിയിട്ടില്ല. ആൻഡ് ദേ ജസ്റ്റ് കീപ്സ് ഫൈറ്റിംഗ് വിത്ത് ഇന്ത്യ ആൻഡ് അതർ നേഷൻസ്. അപ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യത്തെ ആർമിമെൻ, നമ്മളെ ആർമിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വുഡ് ജസ്റ്റ് എന്താണ്, ദേ ഡൈ ഫോർ അസ് ആൻഡ് വി ജസ്റ്റ് ഡൈ ഫോർ ദം ടു. കാരണം അവരെ അത്രയും ആനയിച്ചിട്ടാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരിക. പക്ഷെ അവിടെ പാകിസ്ഥാൻകാർ ഒരു ആർമിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ദേ വുഡ് ടേം ദം ആസ് ടെററിസ്റ്റ് ആൻഡ് ടെൽ ദം വാട്ട് ടു ഡു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അത്രയും ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ. ആൻഡ് അലംഗീർ ഹാഷ്മി ജസ്റ്റ് ഓപ്പൺസ് ഇറ്റ് ദാറ്റ് വാട്ട് ക്യാൻ ഐ ഡു. സോ വാട്ട് ഇഫ് ഐ ലീവ് ഇൻ എ ഹൗസ് മെയ്ഡ് ബൈ ഇഡിയറ്റ്സ്, ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. സോ ഒരു ബേസിക് ഫ്ലോർ പ്ലാൻ, കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചറിങ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. Lawn now has a few flowers to its credit, but the grass keeps debiting. അപ്പോൾ പൂക്കളെല്ലാം പോയി കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. മീൻസ് ലൈക്ക് നല്ലവർ എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഗുഡ് ടൈംസ് എന്ന് പറയാനായിട്ട് ഇല്ല. അവരുടെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണ്. ബട്ട് ദ ഗ്രാസ് കെപ്റ്റ് ഡെബിറ്റിങ്, ഗ്രാസ് റിമൂവ് ആവുന്നുണ്ട്, പക്ഷേ ദ വീഡ് കീപ്സ് കമ്മിങ് അപ്പ്. അപ്പോൾ ആ ഒരു തോട്ട്. പിന്നെ the municipal waters give its further lease and insect introduce you minute by minute to a part of yourself. അപ്പോൾ മുനിസിപ്പൽ വാട്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത് ടെൽ ദാറ്റ് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നു, ഓരോ മിനിറ്റും അവിടെ ആകെ കൂടി പ്രശ്നങ്ങളാവുന്നു. ഇൻസെക്ട്സ് നമ്മളെ വന്ന് ലൈക്ക് മൊസ്കിറ്റോ ബൈറ്റ്സ്, ആ മൊസ്കിറ്റോ ബൈറ്റ്സ് ആണ് നമ്മളെ വി ആർ സ്റ്റിൽ ലിവിങ് ആ ഒരു എക്സിസ്റ്റൻസ് കാണിക്കുന്നത്. സോ ദ സൺ ക്യാൻ കിസ് ദ ഫേസ് ആൻഡ് ബാക്ക് ഓഫ് ഇറ്റ്സ് നെക്ക് അറ്റ് ദ സെയിം ടൈം ഐ കോൾ ഇറ്റ് എ പ്ലേസ് ടു ലീവ്. സോ ഹീ ടെൽ ദാറ്റ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഐ കോൾ ഇറ്റ് എ പ്ലേസ് ടു ലീവ്. ബെയർ ലിവിങ് ആണത്, ഹാപ്പി ലൈഫല്ല. ഹി ജസ്റ്റ് ബെയർലി സേസ് ദാറ്റ്, ഹി ജസ്റ്റ് കോൾസ് ഇറ്റ് എ പ്ലേസ് ടു ലീവ്. സോ എല്ലാ നെസസിറ്റീസ് ഓഫ് ലൈഫ് ലിവിങ് എന്ന് പറയാനായിട്ട് അവർക്ക് ഫെസിലിറ്റീസ് ഇല്ല. ദേ ജസ്റ്റ് ബെയർലി ലിവ്. ദേ ജസ്റ്റ് ലാക്ക് ദ ഫീലിംഗ് ഓഫ് ഹോം. ഹി ജസ്റ്റ് പിക്ചേഴ്സ് ദ സ്ലം ആൻഡ് ദ ടിയേഴ്സ് ഓഫ് ദ ഇൻമേറ്റ്സ് ആൻഡ് ദ സ്കൈ. അവിടെ സെക്യൂരിറ്റി ഇല്ല, ഒട്ടും സെക്യൂരിറ്റി ഇല്ലാത്തൊരു പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഓത്തർ പറയുന്നത്. Such a poem with humoristic, sarcastic lines written in blank verse with no rhyme scheme but has a great impact. അതാണ് അലംഗീർ ഹാഷ്മിയുടെ So What If I Live in a House Made by Idiots in short. Thank you.